PSC ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ SCERTയുടെ 7ാം ക്ലാസ്സിലെ സയൻസാണ് തുടങ്ങാൻ പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ വിളയിക്കാം നൂറുമേനി എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കാർഷിക കാര്യങ്ങളും അതുപോലെ സസ്യങ്ങളുടെ പ്രജനന രീതി, പരാഗണം അതൊക്കെയാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ? വേഗം ഫലമുണ്ടാകണം, നല്ല വിളവ് ലഭിക്കണം, ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു ലക്ഷ്യങ്ങളോടെയൊക്കെയാണ് നമ്മൾ കൃഷി ആരംഭിക്കുന്നത്. സസ്യത്തിൽ നിന്ന് നല്ല വിളവ് ലഭിക്കാൻ പ്രധാനമായും പരിഗണിക്കേണ്ട ഘടകങ്ങൾ: വളക്കൂറുള്ള മണ്ണ്, നല്ല മണ്ണായിരിക്കണം. അനുയോജ്യമായ കാലാവസ്ഥ, ഓരോ കാലാവസ്ഥയ്ക്കും തണുപ്പ് കൂടിയ സ്ഥലത്ത്, അതുപോലെ മഴ കൂടിയ സ്ഥലത്ത്, തണുപ്പ് കുറവുള്ള സ്ഥലത്ത്, അങ്ങനെ മണ്ണിൻ്റെ പ്രത്യേകത അനുസരിച്ചൊക്കെ ഒരുപാട് കാർഷിക വിളകൾ വിളയുന്നതും അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ അനുയോജ്യമായ കാലാവസ്ഥ അനുസരിച്ച് വേണം നമ്മൾ കൃഷി ചെയ്യാൻ. നല്ല രീതിയിലുള്ള പരിചരണം, നല്ല പരിചരണം ആവശ്യമാണ്. ഗുണമേന്മയുള്ള വിത്തുകളും നടീൽ വസ്തുക്കളും. അപ്പോൾ തുടക്കത്തിലെ നല്ല വിത്തുണ്ടായാൽ മാത്രമേ നമുക്ക് നല്ല ഫലം കിട്ടുകയുള്ളൂ. കീടനിയന്ത്രണം, വിത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുവാൻ വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവ ഗുണമേന്മയുള്ളതായിരിക്കണം. ചെടിയിൽ നിന്ന് ഫലമുണ്ടാകുന്നു, ഫലത്തിൽ നിന്ന് വിത്തുണ്ടാകുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സ്, ചെടി ഫലം തരുന്നു, ആ ഫലത്തിൽ നിന്ന് നമ്മൾ വിത്തെടുക്കുന്നു, പിന്നെയും നടുന്നു, അങ്ങനെ സൈക്കിളായിട്ട് പോകുന്നു. മികച്ച വിത്ത് തിരഞ്ഞെടുക്കാൻ പരിഗണിക്കേണ്ട ഘടകങ്ങൾ: കൂടുതൽ കായ്ഫലവും ആരോഗ്യവുമുള്ള ചെടിയിൽ നിന്നുമാണ് വിത്തെടുക്കേണ്ടത്. ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലങ്ങളിൽ നിന്നാണ് വിത്തെടുക്കേണ്ടത്. അപ്പോൾ മധ്യകാലം എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന ഫലങ്ങളിൽ നിന്ന് വിത്തെടുക്കാൻ പാടില്ല. അതുപോലെ അത് ആ ചെടി നശിക്കാറാവുമ്പോഴുള്ള ലാസ്റ്റത്തെ സമയത്തുള്ള വിത്തും എടുക്കാൻ പാടില്ല. ആ ഒരു നല്ലൊരു യുവത്വകാലം എന്ന് പറഞ്ഞ പോലെ നല്ലൊരു കാലത്ത്, മധ്യകാലത്തുള്ള വിത്ത് വേണം നമ്മൾ ശേഖരിച്ച് വെക്കാൻ. തിരഞ്ഞെടുക്കുന്ന വിത്ത് സ്വാഭാവിക ആകൃതിയും ഭാരവും വലിപ്പവും ഉള്ളതായിരിക്കണം. വിത്തിൻ്റെ പുറന്തോടിൽ കേടുണ്ടാവാൻ പാടില്ല. അപ്പോൾ നല്ല ഗുണമേന്മ ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് രണ്ട് തരത്തിലുള്ള ഒരു തൈ എങ്ങനെ രണ്ട് തരത്തിൽ ഉൽപ്പാദിപ്പിക്കാം. കായിക പ്രജനനവും ഉണ്ട്, ലൈംഗിക പ്രത്യുൽപാദനവും ഉണ്ട്. സസ്യങ്ങളിൽ കാണപ്പെടുന്ന രണ്ട് രീതിയിലുള്ള പ്രത്യുൽപാദന മാർഗങ്ങൾ: വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. അപ്പോൾ അതാണ് കായിക പ്രജനനം. വിത്തിലൂടെ അല്ലാതെ മറ്റു ഭാഗങ്ങളിലൂടെ നമ്മളൊരു പുതിയ തൈ ഉണ്ടാക്കുന്നതാണ് കായിക പ്രജനനം. അപ്പോൾ ഉദാഹരണങ്ങളായിട്ട് ഓരോന്നിൻ്റെയും, നമ്മൾ ഈ മേലെ പറഞ്ഞ ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. കാണ്ഡത്തിൽ നിന്ന് മുരിങ്ങ, കുരുമുളക്, ചെമ്പരത്തി, മരച്ചീനി, മധുരക്കിഴങ്ങ്, കരിമ്പ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തണ്ട് വെച്ചാൽ നമുക്ക് പുതിയ ഒരു തൈ ഉണ്ടാക്കിയെടുക്കാം. ഭൂകാണ്ഡം: കാച്ചിൽ, ഇഞ്ചി, ചേമ്പ്, മഞ്ഞൾ, ചേന. അപ്പോൾ ഈ രണ്ട് കാണ്ഡവും ഭൂകാണ്ഡവും ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. കിഴങ്ങ് വർഗ്ഗങ്ങളായ മരച്ചീനി, മധുരക്കിഴങ്ങ് ഇതൊക്കെ കാണ്ഡത്തിലാണ് വരുന്നത്. എന്നാൽ ചേമ്പ്, ചേന അതൊക്കെ ഭൂകാണ്ഡത്തിലാണ് വരുന്നത്. അത് നമ്മൾ ഓർത്ത് വയ്ക്കണം. വേര്: ശീമപ്ലാവ്, കറിവേപ്പ്, ചന്ദനം, ആഞ്ഞിലി. ഇലയാണെങ്കിൽ ഇലമുളച്ചി, നിശാഗന്ധി, നിലപ്പന, ബിഗോണിയ. ബിഗോണിയ ഒരു ചെടിയാണ്, നമ്മുടെ വീട്ടിലൊക്കെ പൂ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. ഇലച്ചെടിയായിട്ടും ചെറിയ പൂവൊക്കെ ഉണ്ടാവും. പിന്നെ നിലപ്പനയാണെങ്കിൽ ഒരു ഔഷധ സസ്യമാണ്. പിന്നെ നിശാഗന്ധിയും ഇലമുളച്ചിയും. കായിക പ്രജനനം അലൈംഗിക പ്രത്യുൽപാദനമാണ്. അപ്പോൾ കായിക പ്രജനനം ഇതിലേത് ടൈപ്പിൽ പെടുന്നു? അലൈംഗിക പ്രത്യുൽപാദനമാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ്. ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മുരിങ്ങ, ശീമക്കൊന്ന, കറിവേപ്പ്. അപ്പോൾ ഈ മൂന്നെണ്ണം വിത്തിലൂടെയും ഉണ്ടാവും, അതുപോലെ ഒരു തണ്ട് കുഴിച്ച് വെച്ചാലും ഉണ്ടാവും. അതാണ് അവിടെ പറഞ്ഞത്. അടുത്തത് EK ജാനകി അമ്മാളിൻ്റെ ഒരു പോയിൻ്റാണ്. പഞ്ചസാരയുടെ മധുരം വർദ്ധിപ്പിക്കാൻ ഗുണമേന്മയുള്ള കരിമ്പ് വികസിപ്പിച്ചെടുത്ത മലയാളി സസ്യശാസ്ത്രജ്ഞയാണ് EK ജാനകി അമ്മാൾ. അപ്പോൾ തലശ്ശേരിയിലാണ് ഇവർ ജനിച്ചത്. 1921 ജനിച്ചത്. പിന്നെ പഠനമൊക്കെ ഇവിടെ +2 വരെ പഠിച്ചു, പ്രീ ഡിഗ്രി വരെ ഇവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് മദ്രാസിൽ പഠിച്ചു. പിന്നീട് അമേരിക്കയിൽ നിന്നാണ് PhD എടുത്തത്. അപ്പോൾ ഒരു ഇന്ത്യൻ ബോട്ടാണിസ്റ്റാണ് EK ജാനകി അമ്മാൾ. അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ വളരെ ചുരുക്കം
വനിതകളെ ഉയർന്ന പഠനത്തിന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ പെട്ട ഒരു പ്രധാന വനിതയാണ് E.K. ജാനകി അമ്മാൾ. അപ്പോൾ ആ പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 തരത്തിലുണ്ട്. അത് പതിവയ്ക്കൽ, അതായത് ലെയറിങ്, നാഗപതിവയ്ക്കൽ, സെർപ്പൻറ്റൈൻ ലെയറിങ്, കമ്പൊട്ടിക്കൽ, ഗ്രാഫ്റ്റിംഗ്, മുകുളം ഒട്ടിക്കൽ, ബഡ്ഡിങ്. അപ്പം മലയാളവും ഇംഗ്ലീഷും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പതിവയ്ക്കുന്നത് ലെയറിങ് ആണ്, നാഗപതിവയ്ക്കൽ സെർപ്പൻറ്റൈൻ ലെയറിങ് ആണ്, കമ്പൊട്ടിക്കൽ ഗ്രാഫ്റ്റിംഗ്, മുകുളമൊട്ടിക്കൽ ബഡ്ഡിങ്. ബഡ് എന്ന് പറഞ്ഞാൽ മുകുളമാണ്, അപ്പോൾ ബഡ്ഡിങ്. അടുത്തത് ഇനി ഓരോന്നിൻ്റെയും ഡെഫിനേഷനും അതിൻ്റെ കാര്യങ്ങളുമാണ് പറയുന്നത്. പതിവയ്ക്കൽ, മാതൃസസ്യത്തിൻ്റെ കൊമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ. അപ്പോൾ മാതൃസസ്യത്തിൻ്റെ ഒരു കൊമ്പിൽ നിന്ന് വേര് മുളപ്പിച്ചെടുക്കുകയും പിന്നീട് ആ ഒരു അതിനെ ഒരു തൈയാക്കി മാറ്റുകയും ചെയ്യുന്നു. പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ പതിവയ്ക്കൽ ഫലപ്രദമാണ്. അപ്പോൾ ഈ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പതിവയ്ക്കൽ ഫലപ്രദമായ സസ്യങ്ങൾ അത് പഠിച്ചു വെക്കുക. ഇനി പതിവയ്ക്കലിൻ്റെ ഘട്ടങ്ങളാണ്. ഘട്ടം 1, മാതൃസസ്യത്തിൻ്റെ പ്രധാന തടിയിൽ നിന്നുള്ള പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പിൻ്റെ 2 പർവ്വങ്ങൾക്ക് ഇടയിലുള്ള തൊലി 2-3 സെൻറ്റിമീറ്റർ നീളത്തിൽ വളയ ആകൃതിയിൽ ചെത്തി മാറ്റുക. അപ്പോൾ ഈ ഒരു കാര്യം 2 പർവ്വങ്ങൾക്ക് ഇടയിലുള്ള തൊലിയാണ് മാറ്റേണ്ടത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഘട്ടം 2, ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ആ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞു കെട്ടുക. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് നനയ്ക്കണം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താ? അവിടെ വേര് മുളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനാവശ്യമായ എല്ലാ സംഭവവും നമ്മൾ ചെയ്തു. ആദ്യം ഒരു തൊലി ചെത്തി മാറ്റി, അതിനുശേഷം ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുന്നു, എന്നിട്ട് നനയ്ക്കുന്നു. അതിനുശേഷം പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞു കെട്ടിവെക്കുന്നു. ഘട്ടം 3, 2 മാസത്തിനകം പതിവെച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാകും. വേര് മുളച്ച കമ്പ് പതിവെച്ചതിന് താഴെ മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടാവുന്നതാണ്. വളർന്നു തുടങ്ങിയാൽ മണ്ണിലേക്ക് മാറ്റി നടാം. അപ്പോൾ ഈ ഒരു ലെയറിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ കഴിഞ്ഞു. ഇപ്പോൾ 2 മാസത്തോടെ നമുക്ക് പുതിയൊരു തൈ ഉണ്ടാക്കിയെടുക്കാം. അടുത്തതായിട്ട് നാഗപതിവയ്ക്കൽ. കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിലേക്ക് വളച്ച് വെച്ച് പല ഭാഗങ്ങളിൽ, അതായത് പർവ്വഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടി പതിവയ്ക്കുന്ന രീതിയാണ് നാഗപതിവയ്ക്കൽ. അപ്പോൾ പർവ്വഭാഗങ്ങളിൽ വേര് മുളയ്ക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നമ്മൾ മണ്ണിട്ട് മൂടുന്നു. അങ്ങനെ ഓരോരോ തൈയാക്കി മാറ്റിയെടുക്കുന്നു. അപ്പോൾ നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇയറിൽ ജൂലൈയിൽ ആ ഒരു സമയത്ത് നടത്തിയ ഒരു പരീക്ഷയ്ക്ക് PSC ഇതിനു മുന്നേ ചോദിച്ചിരുന്നു നാഗപതിവയ്ക്കൽ ഉപയോഗപ്രദമാകുന്ന സസ്യത്തിൻ്റെ പേര്. അപ്പോൾ കുരുമുളകാണ് എക്സാമ്പിൾ. അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഈ രീതിയിൽ ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് ലഭിക്കും. വിവിധ രീതിയിൽ പതിവയ്ക്കുന്ന സസ്യങ്ങൾ: വായുവിൽ പതിവയ്ക്കൽ, എയർ ലെയറിംഗ്, അതുപോലെ നാഗപതിവയ്ക്കൽ, സെർപ്പൻറ്റൈൻ ലെയറിംഗ്. വായുവിൽ പതിവയ്ക്കുന്നതിന് എക്സാമ്പിൾസാണ് പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം. നാഗപതിവയ്ക്കലാണെങ്കിൽ ബോഗൺവില്ല, മുല്ല, പിച്ചി, മുന്തിരി, വെറ്റില, കുരുമുളക്, ജമന്തി. അപ്പോൾ ഒരു കുറച്ച് വള്ളി പോലെ നീങ്ങുന്ന ചെടികളാണെങ്കിൽ നമുക്കവിടെ നാഗപതിവയ്ക്കലാണ് കൂടുതൽ ഫലപ്രദം. അപ്പോൾ ആ ഒരു 2 ടൈപ്പും അതുപോലെ അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചു വെക്കണം. തണ്ടുപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധിയാക്കാൻ ഉപയോഗിക്കുന്ന സസ്യ ഹോർമോണാണ് ആക്സിൻ. ആക്സിൻ അല്ലെങ്കിൽ ഓക്സിൻ. ഓക്സിനാണ് തണ്ടുപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ സാധ്യത പരമാവധിയാക്കാൻ ഉപയോഗിക്കുന്ന സസ്യ ഹോർമോൺ. ആ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സിൻ്റെ ധർമ്മമാണ് അവിടെ പറയുന്നത്. വളരാൻ സഹായിക്കുന്നു. അതുകൂടാതെ വളരാൻ സഹായിക്കുന്നു എന്നാണ് ബേസിക്കായിട്ട് ഓക്സിൻ്റെ ധർമ്മം. അപ്പോൾ കായിക പ്രജനന രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സസ്യ ഹോർമോണാണ് ഓക്സിൻ. പതിവെച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ സവിശേഷതകൾ. അപ്പോൾ നമ്മൾ പതിവയ്ക്കലിനെ കുറിച്ച് പറഞ്ഞു. ഇനി ആ സസ്യത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത്? മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും. ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും.
മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങൾ ഉണ്ടായിരിക്കുമെങ്കിലും ചെടി പെട്ടെന്ന് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് കായ്ഫലം തന്ന് കുറച്ച് നാളെ അതിന് ആയുസ് ഉണ്ടാവുകയുള്ളൂ. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. തായ്വേര് പടലും ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. അപ്പോൾ തായ്വേര് പടലില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പരിചരണം കൊടുത്താലേ അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചില പോരായ്മകളുണ്ട്, അതുപോലെ ഗുണങ്ങളുമുണ്ട്. അടുത്തതായിട്ട് കമ്പൊട്ടിക്കൽ. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളാണ് നമ്മൾ അധികവും പഴത്തൈകൾ അതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ് കൂടുതലായിട്ടും വാങ്ങാറുള്ളത്. ചക്കയാണെങ്കിലും അതുപോലെ റംബുട്ടാൻ, അതൊക്കെ ഗ്രാഫ്റ്റഡ് തൈകളാണ് നമ്മൾ വാങ്ങി വെക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? കൂടുതൽ ഗുണമേന്മയുള്ള സസ്യമായിരിക്കും. ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയാണ് റൂട്ട് സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാണ്ഡം. അപ്പോൾ ആ റൂട്ട് സ്റ്റോക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ളതാണ് ഒട്ടിക്കലിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഓർത്ത് വെക്കാം. സ്റ്റോക്കിൽ ഒട്ടിക്കുന്ന കമ്പാണ് സയൺ, അതായത് ഒട്ടുകമ്പ്. അപ്പം പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് സയൺ, നമ്മുടെ കയ്യിലുള്ളതാണ് റൂട്ട് സ്റ്റോക്ക്. കമ്പ് ഒട്ടിക്കുന്ന വിധം. അപ്പോൾ ക്രാഫ്റ്റിങ്ങിൻ്റെ നമ്മൾ മേലെ പറഞ്ഞ പോലെ തന്നെ ഓരോരോ വിധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കമ്പ് ഒട്ടിക്കാനായി റൂട്ട് സ്റ്റോക്കിൻ്റെ അടിവശത്ത് നിന്ന് 15 സെൻറ്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ചു മാറ്റണം. റൂട്ട് സ്റ്റോക്കിൻ്റെ ഈ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് 4 സെൻറ്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുക. സയണിൻ്റെ അടിഭാഗം 2 വശവും ചെത്തിയ ശേഷം റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കിയ വിടവിലേക്ക് തിരുകി വെച്ച് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണം. സയൺ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി നടാം. അപ്പം ഒരു ചെടിയിലേക്ക് മറ്റൊരു നല്ല ഗുണമേന്മയുള്ളൊരു കമ്പ് ഒട്ടിച്ച് ചേർക്കുകയാണ് ഇതിൻ്റെ ബേസിക്കായ കാര്യം. നാടൻ മാവിൻ്റെ തൈയിൽ നീലം, മൽഗോവ തുടങ്ങിയ ഇനം മാവുകളുടെ കൊമ്പുകൾ ഒട്ടിക്കുമ്പോൾ നാടൻ മാവിൻ്റെ തൈ റൂട്ട് സ്റ്റോക്കായും മൽഗോവയുടെ കമ്പ് സയണും ആണ്. അപ്പോൾ ഈ ഒരു കാര്യം ഒരു ക്വസ്റ്റ്യനായിട്ട് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റും. നാടൻ മാവിൻ്റെ തൈ എടുത്തു, അതുപോലെ മൽഗോവയുടെ നീലത്തിൻ്റെയോ തൈ എടുത്തു, ഏതാണ് സയൺ, ഏതാണ് റൂട്ട് സ്റ്റോക്ക്, അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. കമ്പൊട്ടിക്കൽ വഴി തൈ ഉണ്ടാക്കുന്നതിൻ്റെ നേട്ടങ്ങൾ: വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. നമ്മുടെ മണ്ണിൽ നന്നായി വളരും. ഗുണമേന്മയുള്ള ഫലങ്ങൾ ലഭിക്കും. അപ്പോൾ ആ പ്രത്യേകതകളും കൂടി നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. മൂവാണ്ടൻ മാവിൻ്റെ റൂട്ട് സ്റ്റോക്കിൽ മൂപ്പെത്തിയ മറ്റൊരു മൂവാണ്ടൻ മാവിൻ്റെ തന്നെ സയൺ ഒട്ടിച്ച് പുതിയ മാവ് ഉണ്ടാക്കിയാൽ എന്താണ് നേട്ടം? ഇവിടെ സയണായി എടുക്കുന്ന മാവിൻ കൊമ്പിന് മാതൃസസ്യത്തിൻ്റെ പ്രായമുള്ളതിനാൽ വേഗം ഫലം തരാൻ സഹായിക്കും. അപ്പോൾ രണ്ടും ഒരേ സാധനം തന്നെയാണെങ്കിൽ എന്താണ് അവിടുത്തെ നേട്ടമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ മാതൃസസ്യത്തിൻ്റെ പ്രായമുള്ളതുകൊണ്ട് വേഗം ഫലം ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഒരു മാവോ അല്ലെങ്കിൽ പ്ലാവോ നട്ട് കഴിഞ്ഞാൽ കുരു മുളപ്പിച്ച് നടുന്നതിനെ കഴിഞ്ഞും വേഗത്തിൽ നമുക്ക് ഫലം ലഭിക്കുന്നു. അടുത്തതായിട്ട് മുകുളം ഒട്ടിക്കൽ. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. മുകുളം ഒട്ടിക്കലിൻ്റെ വിവിധ ഘട്ടങ്ങൾ. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. ഘട്ടം 1, നല്ല ഇനം സസ്യത്തിൻ്റെ ശിഖരത്തിൽ നിന്ന് മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. ഇതാണ് സയൺ. അപ്പോൾ ഇവിടെയും സയൺ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ചട്ടിയിലോ, അപ്പോൾ 2 ബഡിങ്ങിലും ഉണ്ട് ലെയറിങ്ങിലും ഉണ്ട് സയണും റൂട്ട് സ്റ്റോക്കും. ഘട്ടം 2 ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട സസ്യത്തിൽ നിന്ന് മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറംതൊലി ചെത്തി മാറ്റുക. അപ്പോൾ ആ നാടൻ ഇനത്തിൽപ്പെട്ട സസ്യമാണ് എന്ത്? റൂട്ട് സ്റ്റോക്ക്. റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയൺ വെച്ച് മുകുളം പുറത്ത് കാണുന്ന വിധം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക. മുകുളം വളർന്നതിന് ശേഷം ഈ തൈ പറമ്പിലേക്ക് മാറ്റി നടാം. അപ്പോൾ ആ ഒരു മുകുളത്തിൽ എല്ലാ സവിശേഷതകളും ഉണ്ട്. അതുപോലെ ആ റൂട്ട് സ്റ്റോക്കിലാണെങ്കിൽ നമുക്കതിൻ്റെ പ്രായവും ഉണ്ട്, അത് നന്നായിട്ട് മണ്ണിൽ വളരുകയും ചെയ്യും. അപ്പോൾ ബഡ്ഡിങ്ങും ലെയറിങ്ങും ഒട്ടിക്കുന്ന രീതി തന്നെയാണ് മുകുളവും അതുപോലെ മറ്റൊരു കമ്പും ആണെന്നുള്ളൊരു വ്യത്യാസമേ അവിടെയുള്ളൂ.
അടുത്തത് പരാഗണം, പോളിനേഷൻ. സസ്യങ്ങളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഭാഗമായി നടക്കുന്ന പ്രധാന പ്രക്രിയയാണ് പരാഗണം. അപ്പോൾ പരാഗണത്തിലൂടെയാണ് വിത്തുണ്ടാകുന്നത്. അപ്പോൾ ഇത് ലൈംഗിക പ്രത്യുൽപാദനത്തിലാണ് പെടുന്നത്. പൂമ്പൊടികൾ ചെറു പ്രാണികൾ വഴിയും ചിത്രശലഭങ്ങൾ വഴിയും കാറ്റ്, ജലം എന്നിവ മുഖേനയും കേസരപുടത്തിൽ നിന്നും ജനിപുടത്തിലേക്ക് എത്തിച്ചേരുന്ന പ്രക്രിയയാണ് പരാഗണം. അപ്പം പരാഗണത്തിന് പരാഗകാരികളെയൊക്കെ പറയുന്നുണ്ട്. ചെറുപ്രാണികൾ, അതുപോലെ ചിത്രശലഭങ്ങൾ, കാറ്റ്, ജലം. അപ്പോൾ പൂമ്പൊടികൾ കേസരപുടത്തിൽ നിന്നും ജനിപുടത്തിലേക്ക് എത്തുന്നു. ആന്തരത്തിൽ നിന്നും സ്റ്റിഗ്മയിലേക്ക് എത്തിച്ചേരുന്ന പ്രക്രിയ. അടുത്തതായിട്ട് പരാഗണത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. ക്ലാസിഫിക്കേഷൻസ്. ഫസ്റ്റ്, സ്വപരാഗണം. ഒരു പൂവിൻ്റെ കേസരപുടത്തിൽ നിന്നും പരാഗരേണുക്കൾ അല്ലെങ്കിൽ പൂമ്പൊടി അതേ പൂവിൻ്റെയോ അതേ ചെടിയിലെ മറ്റൊരു പൂവിൻ്റെയോ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പ്രക്രിയയാണ് സ്വപരാഗണം. അപ്പോൾ ഒരു പൂവിൻ്റെ തന്നെയാണ്, ഒരു പൂവിൽ തന്നെ നടക്കുന്നതാണ് സ്വപരാഗണം. പരപരാഗണം. ഒരു പൂവിൻ്റെ കേസരപുടത്തിൽ നിന്നും പരാഗരേണുക്കൾ മറ്റൊരു ചെടിയിലെ പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പ്രക്രിയയാണ് പരപരാഗണം, ക്രോസ് പോളിനേഷൻ. അപ്പോൾ സ്വപരാഗണമാണെങ്കിൽ ഒരു പൂവിൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെടിയിലെ 2 പൂവിൽ തന്നെയായിരിക്കും. നമ്മൾ മത്തൻ്റെയും കുമ്പളത്തിൻ്റെയും ഒക്കെ 2 തരത്തിലുള്ള ഒരു ചെടിയിൽ തന്നെ 2 തരത്തിലുള്ള പൂക്കളുണ്ട്. ആൺപൂവുണ്ട്, പെൺപൂവുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്നത് സ്വപരാഗണമാണ്. പരപരാഗണമാണെങ്കിൽ ക്രോസ് പോളിനേഷനാണ്. 2 വ്യത്യസ്ത ചെടിയിലുള്ള പരാഗണമാണ് ക്രോസ് പോളിനേഷൻ. അടുത്തതായിട്ട് കൃത്രിമ പരാഗണം. കൃത്രിമ പരാഗണ ഘട്ടങ്ങൾ. അപ്പോൾ നമുക്ക് കൃത്രിമമായിട്ട് നമുക്കൊരു പരാഗണം നടത്തി, അതായത് മേലെ പറഞ്ഞ ആ ഒരു ഡെഫിനിഷനിലൂടെ കേസരപുടത്തിൽ നിന്ന് ജനിപുടത്തിലേക്ക് പൂമ്പൊടികൾ എത്തിച്ചാൽ പരാഗണം നടക്കും. അപ്പോൾ ആ ഒരു ഏജൻ്റ് ഇല്ലാത്ത സമയത്ത് നമുക്ക് തന്നെ ആ ഒരു രീതി കൃത്രിമ പരാഗണത്തിലൂടെ നടത്തി ഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. അപ്പോൾ അതിൻ്റെ ഘട്ടങ്ങളാണ് ഇവിടെ പറയുന്നത്. സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. അപ്പോൾ സ്വപരാഗണം തടയുന്നതിനും കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുന്നു. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. അപ്പോൾ എന്താണ്, നമുക്ക് നല്ലൊരു ഫലം, നല്ല ഗുണമേന്മയുള്ള ഫലം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, കൃത്രിമ പരാഗണം ചെയ്യാൻ പറ്റും. ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി ഈ പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടുന്നു. അപ്പോൾ പരാഗരേണുക്കൾ വീണ്ടും എത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ പൊതിഞ്ഞു കെട്ടുന്നതൊക്കെ. അപ്പോൾ ആ ഒരു ഘട്ടങ്ങളൊന്ന് ഓർത്ത് വെക്കുക. കൃത്രിമ പരാഗണം, വാനിലയിലൊക്കെ കൃത്രിമ പരാഗണമാണ് നടത്തുന്നത്. അത് പോളിനേറ്റിംഗ് ഏജൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നമുക്ക് നല്ലൊരു ഫലം ഉണ്ടായെടുക്കണമെങ്കിൽ ഇപ്പം മത്തൻ, അതുപോലെ കുമ്പളം, നമ്മുടെ വീട്ടിൻ്റെ പരിസരത്താണെങ്കിൽ നമുക്കിങ്ങനെ കൃത്രിമ പരാഗണത്തിലൂടെ നല്ല ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അടുത്തതായിട്ട് വർഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി 2ൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കര ഇനം വിത്തുകൾ. അപ്പോൾ നമ്മൾ ഹൈബ്രിഡ് വിത്തുകളൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയുള്ളവയാണ്? നല്ല ഗുണങ്ങളുള്ള 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തിയിട്ടാണ് വർഗസങ്കരണത്തിലൂടെ പുതിയ വിത്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. നിർമ്മിത ബുദ്ധിയും കൃഷിയും. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ന് ഉപയോഗിച്ച് വരുന്നു. പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല എന്നതാണ് ഇതിൻ്റെ നേട്ടം. അപ്പോൾ നമുക്ക് ചിലവ് കൂടുതലാണെങ്കിലും ഇങ്ങനെ ഈ ഒരു ലേസർ ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യ ഫലപ്രദമാണ്. അടുത്തതായിട്ട് സങ്കര ഇനം വിത്തുകളുടെ പേരുകളും സസ്യവുമാണ് പറയുന്നത്. ഈ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പരീക്ഷകൾക്കും PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മുളകിൻ്റെ സങ്കര ഇനം വിത്തുകളുടെ പേരുകളാണ് ഉജ്ജ്വല, ജാല, ജ്വാലാമുഖി, അനുഗ്രഹ, സമൃദ്ധി, തേജസ്. അപ്പോൾ ആ ഒരു നല്ല ഒരു ഉജ്ജ്വലമായ എരിവുള്ള മുളകാണ്
ഓർത്ത് വെക്കുക. അപ്പോൾ ഉജ്ജ്വല ആ ഒരു പേരെല്ലാത്തിലും ഉണ്ട്. സമൃദ്ധി, അനുഗ്രഹ, തേജസ്. ഇനി അടുത്തത് പയർ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, കൈരളി, ശാരിക. അപ്പോൾ ഈ ഒരു എല്ലാ പേരുകളും പഠിച്ചു വെക്കണം. എന്തെങ്കിലും കോഡൊക്കെ സെറ്റ് ചെയ്തിട്ട് പഠിക്കുക. നെല്ലാണെങ്കിൽ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. അന്നപൂർണയിൽ ഉണ്ടല്ലോ, അന്നം എന്നാൽ അരിയാണല്ലോ, അപ്പം പവിത്രയും ഹ്രസ്വയും ഓർത്ത് വെക്കുക. തെങ്ങാണെങ്കിൽ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, കൊച്ചിൻ ചൈന, കാപ്പാടം. അപ്പോൾ പഴയ ടെക്സ്റ്റിൽ കൂടാതെ പുതിയ പുതിയ കാര്യങ്ങളുണ്ട്. ശാരിക, കൈരളി, അതൊക്കെ പയറിൻ്റെ ഇപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. പഴയ ടെക്സ്റ്റിൽ എല്ലാം ഇല്ലായിരുന്നു. തെങ്ങാണെങ്കിലും കാപ്പാടവും കൊച്ചിൻ ചൈനയൊന്നും പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലായിരുന്നു, അതും നോക്കി വെക്കണം. വെണ്ട, കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി, ആനക്കൊമ്പൻ. ആനക്കൊമ്പൻ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും, ആനക്കൊമ്പ് പോലെ പോകുന്ന വെണ്ട. വഴുതനയാണെങ്കിൽ സൂര്യ, ശ്വേത, ഹരിത, നീലിമ. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ നമുക്ക് എന്താണ്, വെള്ള കളറിലും പച്ച കളറിലും നീല കളറിലും ഒക്കെ വഴുതനങ്ങയുണ്ട്. അപ്പോൾ ഒരു കളർ ഓർത്ത് വെച്ചാൽ നമുക്ക് കിട്ടും. പിന്നെ സൂര്യയും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ശ്വേത, ഹരിത, നീലിമ, സൂര്യ. തക്കാളി, മുക്തി, അനഘ, അക്ഷയ, ശക്തി. പാവലാണെങ്കിൽ പ്രീതി, പ്രിയങ്ക, പ്രിയ. അടുത്തത് സങ്കര ഇനം തെങ്ങുകൾ. അപ്പോൾ ആ തെങ്ങ് ഏതൊക്കെ ടൈപ്പിൽ നിന്നാണ് വരുന്നത് അതും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ചന്ദ്രലക്ഷ, ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും. അപ്പോൾ ബ്രാക്കറ്റിൽ T/D എന്ന് കൊടുത്തിട്ടില്ലേ, അപ്പോൾ ടോളും ഡ്വാർഫും ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പറഞ്ഞത് ടോളും സെക്കൻഡ് പറഞ്ഞത് ഡ്വാർഫും. അപ്പോൾ രണ്ടിൻ്റെയും ഗുണങ്ങൾ എന്തിൽ കിട്ടും? ചന്ദ്രലക്ഷയിൽ ഉണ്ടായിരിക്കും. അടുത്തത് ചന്ദ്രശങ്കര, ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോള്, അത് D/T ആണ്. ലക്ഷഗംഗ, ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോന്ധവും, അത് T/D. അടുത്തതായിട്ട് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രത്യുൽപാദനം നല്ലൊരു വർഗ്ഗസംകരണത്തിലൂടെ അതുപോലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെയൊക്കെ നല്ല വിത്തുകളും തൈകളും ഒക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ്. അപ്പോൾ അത് എവിടെയൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് ആ ആസ്ഥാനങ്ങളൊക്കെ പഠിച്ചു വെക്കണം. അത് ചേരുംപടി ചേർക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള കാർഷിക സർവകലാശാല, മണ്ണൂത്തി, തൃശ്ശൂർ. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി KAU. വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ മണ്ണുത്തിയിലാണ് ആസ്ഥാനമെങ്കിലും ഒരുപാട് പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ്. അപ്പോൾ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. അപ്പോൾ അത് ഓർത്ത് വെക്കാൻ എന്താ? സുഗന്ധം, കോഴിക്കോടിൻ്റെ അടുത്ത് പോകുമ്പോൾ നല്ല സുഗന്ധമാണെന്ന് ഓർത്താൽ മതി. കേരള കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം, വാഴക്കുളം, എറണാകുളം. അപ്പം കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കരയും ഉണ്ട്, അതുപോലെ വാഴക്കുളവും ഉണ്ട്. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം TBGRI പാലോട്. അപ്പോൾ പാലോട് ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, വയനാട്. അപ്പോൾ ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം പുതിയ SCERTയിൽ ആഡ് ചെയ്തതാണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI, ശ്രീകാര്യം, തിരുവനന്തപുരം. കിഴങ്ങു വർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപ്പാദനവുമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ മരച്ചീനിയുടെയൊക്കെ ശ്രീവിശാഖം എന്ന് പറഞ്ഞ വിശാഖം തിരുനാളിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ശ്രീവിശാഖം എന്ന ഒരു ടൈപ്പിന് പേരിട്ടത്. അപ്പോൾ മരച്ചീനി അതുപോലെ മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ എവിടെയാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, ശ്രീകാര്യം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI, കാസർഗോഡ്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, RRII, കോട്ടയം. അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യമായതുമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. അടുത്തത് ജീവാണു വളങ്ങളെ പറ്റിയാണ്. മൈക്രോബിയൽ ഫെർട്ടിലൈസർ. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണു വളപ്രയോഗം. ജീവാണു വളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സ്യൂഡോമോണസും അസോസ്പൈറില്ലവും. അപ്പോൾ നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പം
ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും. അപ്പോൾ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ഒരുപാട് ഗുണങ്ങൾ ജൈവ രീതിയിലുള്ള കൃഷി രീതികൾക്ക് സഹായിക്കുന്നുണ്ട്. അതിൽ എക്സാമ്പിൾസാണ് സ്യൂഡോമോണസും അസോസ്പൈറിലവും. അപ്പോൾ ആ ജീവാണു വളങ്ങൾക്കൊക്കെ ഫംഗസുകളെ അതുപോലെ രോഗങ്ങളെയൊക്കെ വൈറസ് രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവുകളുണ്ട്. ആ 2 പേരുകൾ ഓർത്ത് വെക്കുക, സ്യൂഡോമോണസും അസോസ്പൈറിലവും. അടുത്തതായിട്ട് കീടനിയന്ത്രണ മാർഗ്ഗങ്ങളാണ്. ജൈവ നിയന്ത്രണമുണ്ട്, അതുപോലെ മറ്റ് രാസനിയന്ത്രണവും അതുപോലെ യാന്ത്രിക നിയന്ത്രണം, അതൊക്കെ കീടനിയന്ത്രണങ്ങളിൽ വരുന്നതാണ്. ജൈവ നിയന്ത്രണത്തിൽ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്ന് നശിപ്പിക്കുന്ന കീടങ്ങളെ ഉപയോഗിച്ചുള്ള കീടനിയന്ത്രണമാണ് ജൈവ നിയന്ത്രണം. അപ്പം വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ മറ്റ് കീടങ്ങളെ ഉപയോഗിച്ച്, അതായത് മിത്രകീടങ്ങളെ ഉപയോഗിച്ച് തന്നെ നശിപ്പിക്കുന്ന രീതിയാണ് ജൈവ നിയന്ത്രണം. അടുത്തതായിട്ട് ആ ടേബിളിൽ ജൈവവളങ്ങൾ, രാസവളങ്ങൾ അവർ തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. ജൈവവളങ്ങൾ ജൈവവസ്തുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നവയാണ് രാസവളങ്ങൾ. അപ്പോൾ കൂടുതൽ അളവിൽ ജൈവവളം വേണ്ടിവരും, എന്നാൽ രാസവളങ്ങൾ കുറഞ്ഞ അളവിൽ മതി. മണ്ണിന് ദോഷകരമല്ല ജൈവവളങ്ങൾ, പക്ഷേ അമിത ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നുണ്ട്. ഏത് രാസവളങ്ങൾ ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. ജൈവവളങ്ങളാണെങ്കിൽ നമുക്ക് മൊത്തത്തിലേ നൽകാൻ പറ്റുള്ളൂ, പക്ഷേ രാസവളമാണെങ്കിൽ ആവശ്യമുള്ള ഘടകം മാത്രമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. ചാണകം, മത്സ്യവളം, കമ്പോസ്റ്റ് വളം, കോഴിക്കാഷ്ടം, എല്ലുപൊടിയാണ് ജൈവവളത്തിൽ വരുന്നത്. രാസവളത്തിലാണെങ്കിൽ യൂറിയ, NPK വളം, അമോണിയം സൾഫേറ്റ്. കീടങ്ങളെ തിന്ന് നശിപ്പിക്കുന്ന കീടങ്ങളെ മിത്രകീടങ്ങൾ എന്ന് പറയുന്നുണ്ട്. നേരത്തെ തുടർച്ചയാണ് ഇവിടെ വരുന്നത്. മിത്രകീടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വട്ടച്ചാഴി അല്ലെങ്കിൽ ലേഡി ബഗ്, പിന്നെ ട്രൈക്കോഗ്രാമ. അപ്പോൾ ആ 2 എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. വട്ടച്ചാഴി ഒരു വണ്ട് പോലത്തെ ഒരു ചുവന്ന പുള്ളികളുള്ള ഒരു ജീവിയില്ലേ, നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, അതാണ് വട്ടച്ചാഴി. തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികളും വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്ന് നശിപ്പിക്കുന്നു. അപ്പോൾ ആ ജീവികളൊക്കെ മിത്രകീടങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാം. തവള, അരണ, ഓന്ത്, വണ്ട്. അടുത്തത് യാന്ത്രിക നിയന്ത്രണം. കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം. ഇതിനായി ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫിറമോൺ കെണി. ഫിറമോൺ കെണി അതിൻ്റെ ഹോർമോൺസിൻ്റെ ഒരു ലെവലിലാണ് പ്രവർത്തിക്കുന്നത്. ആൺകീടങ്ങളെ പെൺകീടങ്ങളുടെ ഹോർമോണിൻ്റെ മണം വെച്ചിട്ട് പിടിക്കാൻ പറ്റുന്ന ആ ഒരു തത്വമാണ് അതിൻ്റെ പിന്നിൽ. അപ്പോൾ ഫിറമോൺ കെണി യാന്ത്രിക നിയന്ത്രണത്തിന് ഉദാഹരണമാണ്. കീടനാശിനികൾ. കീടനാശിനികൾ 2 തരത്തിലുണ്ട്, രാസകീടനാശിനികളും ജൈവ കീടനാശിനികളും. രാസകീടനാശിനികളിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച വസ്തുക്കളാണ് രാസകീടനാശിനികൾ. എന്നാൽ ജൈവ കീടനാശിനികളോ രാസകീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ്. അതിന് ഉദാഹരണങ്ങളാണ് പുകയില കഷായം, വേപ്പെണ്ണ എമൽഷൻ, വെളുത്തുള്ളി കാന്താരി മിശ്രിതം, വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ ആ എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കളകൾ. പ്രധാന സസ്യങ്ങൾക്കൊപ്പം വളരുന്ന ദോഷകരമായ സസ്യങ്ങളാണ് കളകൾ. കളകളെ നിയന്ത്രിക്കാനുള്ള രീതികൾ. കളനാശിനി പ്രയോഗിക്കൽ. മേയുന്ന മൃഗങ്ങൾ, പ്രാണികൾ, ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയ പോലുള്ള ജീവികളെ കളകളെ നശിപ്പിക്കാനായി ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ടിഷ്യൂ കൾച്ചർ. എന്താണ് ടിഷ്യൂ കൾച്ചർ എന്നാണ് പറയുന്നത്. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. അപ്പോൾ ഒരു ചെടിയുടെ ഒരു ചെറിയ കോശം മതി നമുക്കൊരു തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള 100 കണക്കിന് തൈകൾ ഒരു ചെടിയിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. അപ്പോൾ ആ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ വലിയൊരു നേട്ടം. വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ തുടങ്ങിയ സസ്യങ്ങളിൽ ടിഷ്യൂ കൾച്ചർ സാങ്കേതികവിദ്യ ഫലപ്രദമായി ഉപയോഗിക്കുന്നു. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളയാണ് ഇടവിള അഥവാ ഇൻ്റർക്രോപ്പ്. അപ്പോൾ ടിഷ്യൂ കൾച്ചറിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ. ഇനി ഇൻ്റർക്രോപ്പും അതുപോലെ ക്രോപ്പ് റൊട്ടേഷനുമാണ് പറയുന്നത്. ഇടവിള എന്താണ്? നമ്മൾ റബ്ബറിൻ്റെ ഇടയ്ക്ക് മറ്റ് കൃഷികൾ ചെയ്യുന്നു, മഞ്ഞൾ, ഇഞ്ചി അതുപോലെ ചെയ്യുന്നതാണ് ഇടവിളയായിട്ട് ചെയ്യുന്നു പറയുന്നത് ഇൻ്റർക്രോപ്പ്. ഇനി വിള പര്യായം എന്താണ്?
ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് വിളപര്യയം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ. ഇപ്പോൾ റൊട്ടേറ്റഡ് ആയിട്ട് നമ്മൾ വ്യത്യസ്തങ്ങളായ കൃഷികൾ ചെയ്യുന്നു. ഇടവേളകളിൽ നെൽപ്പാടത്ത് പയർ, ഉഴുന്ന് തുടങ്ങിയവ കൃഷി ചെയ്യുന്നത് വിളപര്യത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ആ ഒരു ഉദാഹരണം ഓർത്തു വയ്ക്കുക. അടുത്തതായിട്ട് വിവിധ കൃഷിരീതികൾ. ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു കൃഷിയുടെ ശാസ്ത്രീയമായ പേരുകളാണ്. എന്താണ് അതിന് പറയുന്നത്? അപ്പം മത്സ്യകൃഷിക്ക് പറയുന്നത് പിസികൾച്ചർ, പട്ടുനൂൽ പുഴു വളർത്തൽ സെറികൾച്ചർ, പുഷ്പകൃഷി ഫ്ലോറികൾച്ചർ, തേനീച്ച എപ്പികൾച്ചർ, മുയൽ വളർത്തൽ ക്യൂണികൾച്ചർ, കൂൺ കൃഷി മഷ്റൂം കൾച്ചർ, കോഴി കൃഷി പൗൾട്രി ഫാമിംഗ്, കന്നുകാലി വളർത്തൽ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്. അപ്പോൾ ഈ പേരുകൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കാറുണ്ട്. മുയൽ വളർത്തലും കൂൺ കൃഷിയും മാറിപ്പോകാൻ പാടില്ല. മുയൽ വളർത്തലാണ് ക്യൂണികൾച്ചർ, കൂൺ കൃഷി മഷ്റൂം കൾച്ചറാണ്. അടുത്തതായിട്ട് എം.എസ്. സ്വാമിനാഥൻ്റെ കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ 2023 ഈയിടെ അന്തരിച്ചതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എം.എസ്. സ്വാമിനാഥൻ 1925 ടു 2023. ജനനം 1925 ഓഗസ്റ്റ് 7, കുംഭകോണം, തമിഴ്നാട്. അപ്പോൾ ജനന സ്ഥലം നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. കുംഭകോണം, തമിഴ്നാട്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്, വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. അപ്പോൾ ആ ഒരു വർഷവും കൂടി നോട്ട് ചെയ്ത് വെക്കുക. 1987 വേൾഡ് ഫുഡ് പ്രൈസ് എം.എസ്. സ്വാമിനാഥന് ലഭിച്ചത്. നാഷണൽ അഗ്രികൾച്ചറൽ കമ്മീഷൻ്റെ അധ്യക്ഷനായ പ്രഥമ മലയാളി. അപ്പോൾ മലയാളിയായിട്ട് ആ ഒരു പൊസിഷനിലെത്തിയ ആദ്യത്തെ ആളാണ്. 1971 മാഗ്സസെ അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരൻ. അപ്പോൾ മാഗ്സസെ അവാർഡ് ലഭിച്ചത് 71, അതും നോട്ട് ചെയ്ത് വെക്കുക. എം.എസ്. സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പ് ഇനമാണ് സർബതി സൊണോറ 64. അപ്പോൾ ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. എന്നാലും ഒന്നും കൂടെ 64 എന്ന ഓപ്ഷനിൽ ഒന്നില്ലായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. സർബതി സൊണോറ 64. എം.എസ്. സ്വാമിനാഥന് പത്മവിഭൂഷൺ ലഭിച്ചത് 1989. എം.എസ്. സ്വാമിനാഥന് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം ലഭിച്ച വർഷം 2024. പുസ്തകങ്ങൾ: 50 Years of Green Revolution, An Evergreen Revolution, Wheat Revolution, The Quest for a World Without Hunger. അപ്പോൾ ഈ പുസ്തകങ്ങളുടെ പേരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർഷങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ എം.എസ്. സ്വാമിനാഥൻ്റെ പോയിൻറ്റ്സ് ഏതൊക്കെയാണ് ശരിയായവ, ഏതൊക്കെയാണ് തെറ്റായവ എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ പറ്റിയ നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതായ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ചാപ്റ്ററുമായി വീണ്ടും വരാം. താങ്ക്